എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരിൽ നിന്നുള്ള ഈ വാർത്ത നിങ്ങൾ അറിഞ്ഞിരുന്നോ? ക്ഷേത്രനടയിലെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെയുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ദേവസ്വം നടപടി തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്ര നടപ്പുരയിലും ദേവസ്വം റോഡിലുമുള്ള സ്ഥാപനങ്ങൾ റോഡിലേക്ക് ഇറക്കി കെട്ടി കച്ചവടം ചെയ്യുന്നതിനെതിരെ ഗുരുവായൂർ സ്വദേശി മുരളീധരൻ ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു. കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി പോലീസും നഗരസഭയും ദേവസ്വവുമായി സഹകരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇന്നലെ രാവിലെ 8-നകം കയ്യേറ്റം പൊളിച്ചു നീക്കണമെന്ന് വ്യാപാരികൾക്ക് അറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് രാവിലെ കിഴക്കേ നടപ്പുരയിൽ ദേവസ്വം പൊളിച്ചു നീക്കൽ നടപടി തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ട് പൂർത്തിയാക്കി. പൊളിച്ചു മാറ്റിയതോടെ നടപ്പുരയുടെ മുഖഛായ മാറി. വൻതോതിൽ കയ്യേറ്റം നടന്നിരുന്നുവെന്ന് വ്യക്തമായി. അടുത്ത ദിവസവും നടപടികൾ തുടരും. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗുരുവായൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെയധികം സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. അത് കയ്യേറി കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റേണ്ടത് അധികൃതരുടെ തീരുമാനം തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി തന്നെയാണ്. അപ്പം ത്രിമധുരം എന്ന് പറയുന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ചാനലാണ്. ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എൻട്രി ഉണ്ടാവും. പിന്നെ കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാം. പിന്നെ എനിക്ക് അയച്ചു തന്ന കൃഷ്ണാനുഭവങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കണേ. ആരുടേതെങ്കിലും പറയാതെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വാട്സപ്പിൽ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഹരേ കൃഷ്ണ.